ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം അവസാനിച്ചെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുകയാണ്. യുപിയിലെ കനൌജിൽ നിന്നുള്ള MP കൂടിയാണ് അഖിലേഷ് യാദവ്. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെട്ട ദിവസം ഇന്ത്യ വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ്. ഇന്ത്യ മുന്നണി എന്നത് ഇന്ത്യക്ക് അനുകൂലമാണെന്ന് രാജ്യം മുഴുവൻ മനസ്സിലാക്കി. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ ധാർമ്മിക വിജയമാണ്. PDA, സാമൂഹ്യനീതി പ്രസ്ഥാനം എന്നിവയുടെ വിജയമാണ് ഇത്. ഇന്ത്യ സഖ്യത്തിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നാണ് 2024 സന്ദേശം. ഈ തെരഞ്ഞെടുപ്പ് പോസിറ്റീവ് രാഷ്ട്രീയത്തിന് പുതിയ കാലഘട്ടമാണ്. ഭരണഘടനയെ അനുകൂലിക്കുന്ന ആളുകൾ വിജയിച്ചു. രാമന്റെ ആഗ്രഹമായിരിക്കാം അയോധ്യയിൽ ഇരിക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ BJPയുടെ പരാജയം. രാമൻ എന്തു പദ്ധതിയിട്ടോ അത് നടപ്പിലാക്കി. അയോധ്യയിൽ നിന്ന് ഞങ്ങൾ സ്നേഹത്തിന്റെ സന്ദേശമാണ് കൊണ്ടുവന്നത്. അയോധ്യയിലെ പരാജയം BJP അടുത്ത 5 കൊല്ലത്തേക്ക് വേട്ടയാടും. UPയിലെ ആകെയുള്ള 80 സീറ്റുകൾ നേടിയാലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ താൻ വിശ്വസിക്കില്ല. വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പെരുമാറ്റച്ചട്ടം നിലവിലിരുന്നപ്പോൾ സർക്കാരും കമ്മീഷനും വിവിധ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് താൻ പോകുന്നില്ല എന്നും, എന്നാൽ ആ സംവിധാനത്തെ കുറിച്ച് ചോദ്യം ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങളെ ഞാൻ ഇന്നലെ വിശ്വസിച്ചിട്ടില്ല, ഇന്നും വിശ്വസിക്കുന്നില്ല. 80 സീറ്റിൽ വിജയിച്ചാലും വിശ്വസിക്കില്ല. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിഷയം അവസാനിച്ചിട്ടില്ല. സമാജ്വാദി പാർട്ടി അതിന് പിന്നാലെ വിടാതെ ഉണ്ടാകും. ഇരട്ട എഞ്ചിന്റെ പേരിൽ UPയിൽ 2 എഞ്ചിനുകളാണ് പരസ്പരം പോരടിക്കുന്നത്. തങ്ങൾ ഉണ്ടാക്കിയ റോഡുകളിൽ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രധാന നഗരത്തിൽ BJP നിർമ്മിച്ച റോഡുകളിൽ ബോട്ടുകളാണ് ലാൻഡ് ചെയ്യുന്നത്. വികസനത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടിയുടെ അഴിമതിയാണ് നടക്കുന്നത്. താനൊരു സൈനിക സ്കൂളിലാണ് പഠിച്ചത്. വിവിധ സൈനിക ഉദ്യോഗസ്ഥരോട് അഗ്നിവീർ പദ്ധതിയെ കുറിച്ച് ചോദിച്ചു. എല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ്: അഗ്നിവീർ പദ്ധതി നമ്മുടെ സൈന്യത്തെ നശിപ്പിക്കും. ഈ പദ്ധതി ചവിട്ടുകുട്ടയിൽ ഇട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഇത് മാറ്റും. അഗ്നിവീർ പദ്ധതിയോട് ഒരിക്കലും യോജിക്കില്ല. ഭാവിയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമ്പോൾ തീർച്ചയായും ഈ പദ്ധതി റദ്ദാക്കും. മുന്നോട്ട് പോകുന്ന സർക്കാർ അല്ലിത്, ഇത് വീഴാൻ പോകുന്ന സർക്കാരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ജാതി സെൻസസ് നടപ്പാക്കണം. അത് നടപ്പാക്കാതെ രാജ്യത്ത് ന്യായം നടപ്പിലാകുമില്ലെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു.